വേദിയിലെ ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല കേട്ടോ, ഒരു ഔപചാരികത വേണ്ടെന്ന് കരുതിയിട്ടാണ്. കാരണം എല്ലാവരും പ്രിയപ്പെട്ടവരാണ്, ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. ഇവിടെ ഇരിക്കുന്നവരായാലും എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. കാരണം നമ്മൾ വളരെ കടുത്ത കാലാവസ്ഥാ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും ഇത്രയും അംഗങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. കാരണം അത്രയും ചൂട് അസഹ്യമായിട്ട് നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലാവസ്ഥയിൽ നിങ്ങൾ ഈ ഒത്തൊരുമ, ഈ ഒരു കൂടിച്ചേരൽ, ഇത് വളരെ മനോഹരമായിട്ട് തോന്നി. കാരണം മനുഷ്യ മനസ്സുകളെങ്ങനെ കോർത്തിണക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് വിദ്യാഭ്യാസത്തിനും അക്ഷരങ്ങൾക്കൊക്കെ സാധ്യമാകുന്ന വലിയൊരു പ്രക്രിയയാണെന്നുള്ളതാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം. പ്രത്യേകിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറയുന്നത് എത്രയോ പതിറ്റാണ്ടുകൾ ഒരു പ്രദേശത്തിന് വെളിച്ചം പകർന്നുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ ഒരു നാഡീ ചൈതന്യമായിട്ട് പ്രവർത്തിച്ചൊരു കലാലയത്തിൻ്റെ മണ്ണിലേക്കുള്ള തിരിച്ചുവരവ്, അല്ലെങ്കിൽ ആ കലാലയത്തിൽ വന്നിരിക്കുമ്പോൾ അനേകം ഓർമ്മകളിലൂടെയാണ് നിങ്ങൾ ഇരിക്കുന്നുണ്ടാകുക. സ്വന്തം ഒരു പുസ്തകം അത്തരത്തിലുള്ളൊരു കലാലയത്തിൻ്റെ തിരുമുറ്റത്ത് വെച്ച് പ്രകാശനം ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് അതിലേറെ ഭാഗ്യമാണ്. കാരണം അവിടെ നിന്നാണ് ആ എന്ന അക്ഷരവും അമ്മ എന്ന് പറയുന്ന അക്ഷരവും ഈ അയിരൂർ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ ആർജിച്ചിട്ടുണ്ടായിരിക്കുക. മാതൃഭാഷ എന്ന് പറയുന്നത് ആ രക്തത്തിൽ അലിഞ്ഞത് ഈ ഒരു മണ്ണിൽ നിന്നാണ് എന്നുള്ളതാണ്. ആ ഒരു അലിഞ്ഞ ആ ഒരു അക്ഷരങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് വാക്കുകൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നൊരു വലിയ മാന്ത്രികതയാണ് നമുക്ക് മുന്നിൽ അയിരൂർ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, 2 ദൈവങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ഒരു പുതിയ പുസ്തകം പുറത്തു വരുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ആൾക്കാർക്ക് മുന്നിലൊന്ന് അവതരിപ്പിക്കണം, അവിടെയുള്ള ആളുകൾക്ക് മുന്നിൽ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ആ പുസ്തകം എൻ്റെ കയ്യിലെത്തുന്നതും ഞാൻ ആ പുസ്തകം വായിക്കുന്നതും. ഈ ഒരു വായനക്കിടയിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ആ പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ട് മറ്റൊരു പുസ്തകത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് ഞാൻ ദലൈലാമയുടെ വളരെ പ്രസിദ്ധമായ ഒരു വാക്യം കേൾക്കുന്നത്. വളരെ അറിവുള്ള ആളുകൾ, വളരെ ബുദ്ധിജീവികളായ ആളുകൾ, മികച്ച സയൻറ്റിസ്റ്റുകൾ, ലോകത്തിങ്ങനെ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് പ്രഗത്ഭരായ ആളുകൾ ഇങ്ങനെ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങ് നെറുകയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകം അങ്ങനെ അത്തരത്തിലുള്ള വലിയൊരു രീതിയിലേക്ക് ഇങ്ങനെ ആ ഒരു പരിവേശത്തിലേക്ക് എത്തി നിൽക്കുന്നു. വളരെ മികച്ച ആളുകൾ നമുക്ക് മുന്നിലുണ്ടാകുന്നു. പക്ഷേ അശാന്തിയാണ് നമുക്ക് ചുറ്റും കാണുന്നത്. ശാന്തമായി മനുഷ്യത്വം എവിടേക്കോ നമുക്ക് കൊഴിഞ്ഞു പോകുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് കേട്ടോ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂട് എന്ന് പറയുന്നത്. കാരണം ഇപ്പം ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂട് എന്ന് പറയുന്നത് നമ്മളെ വിചാരം ഒരു എയർ കണ്ടീഷൻ വാങ്ങിച്ചു വെച്ചാൽ ഇത് അവസാനിച്ചു എന്നുള്ളതാണ്. നമ്മൾ ആദ്യത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ചൂടാണ്, നമുക്കൊരു എയർ കണ്ടീഷൻ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഫാന് വാങ്ങിക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ സൊല്യൂഷൻ. അല്ലട്ടോ, നിങ്ങൾ എത്ര ഡിഗ്രി വരെ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറ്റത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും, അല്ലെങ്കിൽ മാറ്റാൻ പറ്റും നിങ്ങൾക്ക്? ഇപ്പം 41 ഡിഗ്രി വരെ നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. 50ൻ്റെ മുകളിലേക്ക് കഴിയുമ്പോൾ നമുക്ക് പറ്റില്ല, താങ്ങില്ല, മനുഷ്യൻ മരിച്ചു വീണുകൊണ്ടിരിക്കും. ഇഞ്ചിഞ്ചായി മനുഷ്യനെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. എന്തുകൊണ്ട് കാലാവസ്ഥക്ക് ഇത്ര വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളുടെ അടുക്കളയിലേക്ക് എത്തുന്നത് വരെ നമ്മൾക്ക് ചൂടുകൊണ്ട് നമ്മൾ പൊള്ളി, നമ്മൾ ആ നരകയാതനയിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മുടെ വിഷയമേ അല്ല അത്. നമ്മുടെ വിഷയം ഒരു എയർ കണ്ടീഷൻ വാങ്ങിക്കലാണ്, അല്ലെങ്കിൽ ഈവനിങ്ങിൽ ഒരു പാർക്കിൽ പോവലാണ്, അല്ലെങ്കിൽ കടപ്പുറത്ത് പോവലാണ്, അല്ലെങ്കിൽ നമുക്കങ്ങ് ഈ പാടത്തോ എവിടെയൊക്കെ പോയിട്ട് അല്പം കാറ്റ് കിട്ടില്ല അല്ല കേട്ടോ. ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും, നമ്മളെ ചുറ്റുവട്ടത്ത് പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുന്നത് കത്തിക്കാത്ത എത്ര പേരുണ്ട് ഇവിടെ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ സ്വയം ചോദിച്ചാൽ മതി, ഞാൻ കത്തിക്കുന്നുണ്ടോ ഇപ്പോഴും പ്ലാസ്റ്റിക്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന അതിഭീകരമായ ഒരു അപകടം നമ്മളെ വേട്ടയാടാൻ പോകുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള വലിയൊരു ഉത്തരം അയിരൂർ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഈ എഴുത്തുകാരൻ്റെ ഈ 2 ദൈവങ്ങൾ എന്ന് പറയുന്ന കഥയിലുണ്ട് എന്നുള്ളതാണ്. അവിടേക്ക് എത്താനാണ് ഞാൻ പറഞ്ഞത്. രണ്ടും വളരെ യാദൃശ്ചികമായിരിക്കാം, പക്ഷേ അങ്ങനെ ഒരു കഥ, അദ്ദേഹത്തിൻ്റെ പഴയ കഥകളും പുതിയ കഥകളും ഇതിലുണ്ട് കേട്ടോ. കാരണം ഞാനൊക്കെ വായിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ 90കളിൽ എൻ്റെ കയ്യിലൊരു പുസ്തകം എത്തി, വെളുത്ത ചട്ടയുള്ള ഒരു കുത്തിക്കുറിച്ച പോലത്തെ ഒരു പുസ്തകം എത്തി. തെരുവിലെ പെണ്ണ് എന്നാണ് അതിൻ്റെ പേര്. അയിരൂർ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ അയിരൂർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് കൊണ്ടുവന്ന് തന്നതാണത്. 90കളുടെ ആരംഭത്തിലാണതെന്ന് ആലോചിക്കണം. അപ്പം അയിരൂർ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ സബര്യ തുടങ്ങുന്നത് എത്രയോ പതിറ്റാണ്ടുകൾക്ക് പുറകിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ പുറകിൽ ഇതിന് മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്നത്തെ പോലത്തെ അമിതമായ പ്രോത്സാഹനങ്ങളിൽ മുങ്ങിമരിക്കാനൊന്നുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തിനാണ് മോനെ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് ഇത്ര പാതിര വരെ നീ എഴുതുന്നത് ചോദിക്കുന്ന ഒരു പാവം അമ്മ
അല്ലെങ്കിൽ വലിയ എഴുത്തുകാരായിട്ടുള്ള പരിചയം ഇല്ല. ധാരാളം അത്തരത്തിലുള്ള മേഖലയോ ചുറ്റുപാടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു കേവലം കുഗ്രാമത്തിൽ നിന്നും അക്ഷരങ്ങൾ ഉപാസിച്ചുകൊണ്ട് ഒരു എഴുത്തിൻ്റെ മേഖലയിലേക്ക് അയിരൂർ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ജന്മനാലുള്ള ഇൻബോൺ എന്ന് പറയുന്ന ആ അക്ഷരങ്ങളോടുള്ള അടക്കാനാവാത്ത അഭിനിവേശമാണത്. അത് അക്ഷരങ്ങളോട് അടക്കാനാവാത്ത അഭിനിവേശമാകുന്നത് എപ്പോഴാണെന്നറിയോ? നിങ്ങൾക്ക് സമൂഹത്തിനോട് സംവദിക്കാനുണ്ട്, എനിക്ക് സംസാരിക്കാനുണ്ട്. അയിരൂർ സുബ്രഹ്മണ്യൻ്റെ കഥകൾ മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും പ്രബലമായ സന്ദേശങ്ങളാണെന്നുള്ളതാണ്. ഒരു ഭയങ്കര സാഹിത്യമൊന്നും ഞാൻ അതിനെ വിളിക്കില്ല, പക്ഷെ ഭയങ്കര സാഹിത്യത്തിന് നൽകാൻ കഴിയാത്ത മികച്ച സന്ദേശങ്ങൾ ഓരോ കഥയും നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ആദ്യത്തെ കഥ എടുത്ത് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ കഥയിൽ പറയുന്നത് വളരെ രസകരമായ കാര്യമാണ്. കെട്ടുപ്രായം കഴിഞ്ഞ ആൺകുട്ടികൾ എന്നുള്ള അതിൻ്റെ പേര് തന്നെ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. അത്ഭുതം തോന്നുന്നുണ്ടായി ഈ പുതിയ തലമുറയിലേക്ക് നിങ്ങൾക്ക് കടന്നു വന്നാൽ കാണാൻ കഴിയും. 30-35 വയസ്സായിട്ട് കല്യാണം കഴിക്കാൻ പറ്റാത്ത നടക്കുന്ന യുവാക്കളെ, അല്ലെങ്കിൽ മധ്യവയസ്കരായി കൊണ്ടിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വിഭാഗം കല്യാണമേ വേണ്ട എന്ന് പറയുന്ന ആളുകളെ കാണാൻ പറ്റും. ആ ഒരു കാലഘട്ടത്തിൽ ഈ കെട്ടുപ്രായം പറഞ്ഞ ആൺകുട്ടികൾ എന്ന് പറയുന്ന കഥ ശ്രദ്ധേയമാകുന്നത് അതിൻ്റെ താളബോധം കൊണ്ടാണ് എന്നുള്ളതാണ്. അയിരൂർ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ എഴുത്തുകാരന് ഒരു താള സൗന്ദര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ ആ ഘടനാപരമായ സവിശേഷത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ താള സൗന്ദര്യമാണ്. ഇതിനകത്ത് പോയറ്റിക് ലാംഗ്വേജ് എന്ന് പറയാറുണ്ട്. നമ്മൾ ചില കൃതികൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ആ കൃതി ഒരു കവിത്വത്തോട് ചേർന്ന് നിൽക്കാൻ കവിതാപരമായ ഒരു വളരെ സംഗീതാത്മകമാണതെന്ന് പറയാറുണ്ട്. പക്ഷേ അയിരൂർ സുബ്രഹ്മണ്യൻ്റെ കഥകൾ താളാത്മകമാണ് എന്നുള്ളതാണ്. നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ആ താളാത്മക സൗന്ദര്യം നിങ്ങൾക്ക് തിരിച്ചറിയാനാകും എന്നുള്ളതാണ്. അതിന് താളമുണ്ട്, ഒരു ഛന്ദസ് ഉണ്ട് അതിനകത്ത് എന്നുള്ളതാണ്. ഇതിൽ കെട്ടുപ്രായം കഴിഞ്ഞ ആൺകുട്ടികൾ എന്ന് പറയുന്ന കൃതിയെ എടുത്ത് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ ആ താളം പലപ്പോഴും നമ്മളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഒരു കല്ലുകടിയില്ലാതെ, നമ്മൾക്ക് ഒരു ഇടർച്ച പറ്റാതെ നമ്മളെ ഒരു നോവലാണെങ്കിലും ഒരു കഥയാണെങ്കിലും ഒരു സവിശേഷമായ ഏതൊരു സാഹിത്യ രചനയാണെങ്കിലും നമ്മളെ കൊണ്ടുപോകുന്നത് വായനക്കാരൻ്റെ കയ്യിൽ. വായനക്കാരനൊരു ദൗത്യമുള്ളൂ, പുസ്തകം എടുക്കുക, ആദ്യത്തെ വരി വായിക്കുക എന്നുള്ളതാണ്. അടുത്ത വരിയിലേക്കും അടുത്ത പേജിലേക്കും അധ്യായത്തിലേക്കും കൊണ്ടുപോകണമെങ്കിൽ അത് എഴുത്തുകാരൻ വിചാരിക്കണം. എഴുത്തുകാരൻ അവനെ കൊണ്ടുപോകാൻ അത്ര സവിശേഷമായിട്ട് അത് രേഖപ്പെടുത്താൻ കഴിയണം എഴുത്തുകാരന്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എഴുത്തിന് പഴയ കാലവും ഈ കാലവും നമ്മൾ രണ്ട് വ്യത്യാസം കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എഴുത്തിന് നല്ലൊരു റീഡറെ സംബന്ധിച്ചിടത്തോളം, നല്ലൊരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിലെ എഴുത്തിന്, അല്ലെങ്കിൽ ആ ഒരു പണ്ട് കാലത്തുണ്ടായിരുന്ന എഴുത്തും ഈ കാലത്തെ എഴുത്തും ആ വ്യത്യാസം, പ്രബലമായ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ്. പണ്ട് നമ്മൾ പൈങ്കിളി സാഹിത്യങ്ങൾ എന്ന് വിളിക്കുമായിരുന്നു. ഇപ്പം ഇന്നലെയാണ് ഒരു ചർച്ച, എന്താണ് പൈങ്കിളി സാഹിത്യം എന്ന്. പണ്ട് കൃഷ്ണൻ നായർ പറഞ്ഞല്ലോ, പൈങ്കിളി സാഹിത്യം എന്താണെന്നുള്ളത് വായിച്ചാൽ മനസ്സിലാവും, പറഞ്ഞുതരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പൈങ്കിളി സാഹിത്യം എന്ന് വിളിക്കുന്ന സാഹിത്യം ഒരു കാലഘട്ടത്തിൽ മലയാളക്കരയെ മനോരാജ്യവും മനോരമയും മംഗളവും ഒക്കെ എഴുത്തിൻ്റെ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ വായനയുടെ വഴിയിലേക്ക്. ഇവിടെ ഏറ്റവും അധികം അക്ഷരങ്ങളോട് സമ്പർക്കം പുലർത്തപ്പെട്ടത് അക്കാലത്തിലെ അത്തരം വാരികകളായിരുന്നു എന്നുള്ളതാണ്. ആ വാരികകളിൽ നിന്നും വായിച്ച് അത് പോരാ, ഇതല്ല, ഇതിനും അപ്പുറത്തേക്ക് വായിക്കണം. അദ്ദേഹത്തിൻ്റെ തലച്ചോറ്, അല്ലെങ്കിൽ വായിക്കുന്ന ഒരാളുടെ തലച്ചോറ് കുറേ കൂടെ പാകപ്പെട്ട് കുറേ കൂടെ വിപുലമായി കഴിഞ്ഞാലാണ് നമുക്ക് പോരാ, ഇതിനപ്പുറത്തേക്കൊന്നുണ്ട്. കാരണം ഇതിനപ്പുറത്തേക്കൊരു ലോകമുണ്ട്, നമ്മളറിയാത്ത, നമുക്കറിയാത്ത ഒരു ലോകവും കുറേ മനുഷ്യരുമുണ്ട്. എൻ്റേതല്ലാത്തൊരു ജീവിതം എനിക്ക് തൊട്ടറിയണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളേതല്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ, ആ ജീവിതത്തെ നിങ്ങൾക്ക് തൊട്ടറിയണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു പുസ്തകം, ഒരു കൃതിയിലേക്ക് കടന്നു പോകണം. അപ്പോഴാണ് നിങ്ങളതല്ലാത്തൊരു ജീവിതം ജീവിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള ഒരു അനുഭവവേദ്യമാക്കുന്ന ഒരു കഥ. ഇതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് 2 ദൈവങ്ങൾ എന്നുള്ളതാണ്. രസകരമായൊരു കഥയാണ് കേട്ടോ ഈ 2 ദൈവങ്ങൾ. എല്ലാം രസകരമായ കഥകളാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഭയങ്കര സാഹിത്യം, നിങ്ങളെ അങ്ങ് കൊല്ലാകൊല ചെയ്യുന്ന ഒരു സാഹിത്യമൊന്നുമല്ല ഇത്. ഇതാർക്കും വായിച്ചു പോകുമ്പോൾ നമ്മൾ അതിലെവിടേക്കോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ, നിങ്ങൾ അതിനകത്ത് എവിടേക്കോ ഉണ്ടായിരിക്കും നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ. 2 ദൈവങ്ങൾ എന്ന് പറയുന്ന കഥയിൽ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതാണ്. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന മാവിനൊരു പ്രത്യേകത, ഒരു മാവാണത്, ധാരാളം മാങ്ങ ഉണ്ടാകുന്നൊരു മാവാണത്. പക്ഷെ അതിൻ്റെ മാങ്ങാർ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. കാരണം നിരന്തരം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മരമായിട്ട് അത് മാറി എന്നുള്ളതാണ്. കാലഘട്ടത്തിൻ്റെ ഒരു പരിച്ഛേദമാണത്. പറയാതെ, ചിലപ്പോൾ എഴുത്തുകാരൻ പോലും അറിയാതെ അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ എവിടെയൊക്കെയോ രേഖപ്പെട്ട, അല്ലെങ്കിൽ വായിച്ച് അനുഭവിച്ച് അറിഞ്ഞ ആ ഒരു ധാരയാണ് അക്ഷരങ്ങളായിട്ട് അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ്. ആത്മഹത്യ ചെയ്യാൻ വരുന്ന ഒരാൾ കാണുന്നത്, ആത്മഹത്യ ചെയ്യാൻ വരുന്ന സമയത്ത് കാണുന്നത് വേറൊരാൾ ആത്മഹത്യ ചെയ്യാൻ കയറിട്ടുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. സമാനമായ ചിന്താഗതിക്കാരൻ.
പക്ഷെ രണ്ട് കാര്യമുള്ളത്. ആദ്യം ആത്മഹത്യ ചെയ്യാൻ വന്ന ഒരാൾ സമ്പത്ത് കൂടിയിട്ട് ഈ സമ്പത്തിൻ്റെ പേരിൽ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വരുന്നത് ദാരിദ്ര്യം സഹിക്ക വയ്യാതെയാണത്. രണ്ട് ഭിന്നമായ മേഖലയാണത്, രണ്ട് അറ്റങ്ങളാണത്. അപ്പം അത്തരത്തിൽ വരുന്ന ഒരാൾ കഴുത്തിൽ കുരുക്കിട്ടുകൊണ്ട് താഴേക്ക് വീഴുന്നത് കണ്ടപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വന്ന കാര്യം പോലും മറന്ന് മറ്റൊരാൾ ഓടിപ്പോയിട്ട് അദ്ദേഹത്തെ താങ്ങിയെടുക്കുകയാണ്. കയറൂരി താഴേക്ക് വെക്കുന്ന സമയത്ത് ആദ്യമായിട്ട് അയാൾ പറയുന്നത് നന്ദി സഹോദര എന്നാണ്. ആ മരണത്തിൻ്റെ ആ ബിന്ദുവിൽ എത്തിയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ മനുഷ്യൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കും, നന്ദി സഹോദര എന്ന്. പൂർണ്ണമായിട്ട് മരിക്കാൻ ഉറപ്പിച്ച ഒരാൾ മരിക്കുന്ന സമയത്ത്, ആ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന സമയത്ത് പറയാണ് നന്ദി എന്ന്. അതൊരു ചിന്തിക്കാൻ നമുക്ക് ഒരു സ്പേസ് തരുന്ന ഒരു വാക്കാണ് ആ നന്ദി. അപ്പം അത്തരത്തിൽ നമ്മൾക്ക് നിരവധി ചിന്തകളെ പകുത്ത് നൽകിക്കൊണ്ടാണ് ഈ ഒരു പുസ്തകം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. രണ്ട് ദൈവങ്ങളാണെങ്കിലും അതുപോലെ തന്നെ കെട്ടുപ്രായം കഴിഞ്ഞ ആണുങ്ങൾ എന്ന് പറയുന്ന ഒരു കേവലം ഗ്രാമീണ പച്ചയായ ഗ്രാമ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആ ഒരു കൃതി പറയുന്നത്. ആ ഒരു ആൽമരത്തിൻ്റെ അന്ത്യം, ഈ ആൽമരത്തിൻ്റെ അന്ത്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കാലഘട്ടത്തിനോട് ചേർത്ത് നിർത്താൻ പറ്റിയ ഒരു കൃതി അല്ലെങ്കിൽ ഒരു രചന എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരു രീതിയിലെങ്കിൽ ഒരു രീതിയിൽ നമ്മുടെ ജീവിതവും നമ്മുടെ ചുറ്റുപാടും നമ്മളെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ അതുപോലെ തന്നെ ഒരു ശാന്തിഭവനം എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അരക്ഷിതമായ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ നിൽക്കുന്ന ഒരു കാലഘട്ടം, ഒരു ഭവനം നിർമ്മിച്ചുകൊണ്ട് ആ ഭവനം അശാന്തി പകരുന്ന ഒരവസ്ഥ. കാരണം ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് ചേക്കേറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുരന്തം, അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നവും കൂടെ ഉണ്ടാവും. പൂർണ്ണമായിട്ടും അത് നഗരത്തിൻ്റെ ഒരു ദുരന്തം മാത്രമല്ല അത്. കാരണം ഗ്രാമപശ്ചാത്തലത്തിൽ ജീവിത സാഹചര്യത്തിൽ വളർന്ന മനുഷ്യന് ഒരു പെട്ടെന്ന് ഈ നഗരത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നഗരം അങ്ങനെയാണ് എന്നുള്ളതാണ്. പക്ഷേ അതിൽ അല്പം വയലൻസും കൂടി ചേരുമ്പോൾ അവർക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തേക്കാവണം. ഒരു ഭാര്യയും ഒരു ഭർത്താവുമാണ് ആ ഭവനത്തിൽ താമസിക്കുന്നത്. അവർക്ക് ഈ വിവിധ ഇനം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളാണ് അതിൻ്റെ പശ്ചാത്തലം. അപ്പോൾ അത്തരത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അടയാളപ്പെടുത്തുക എന്ന വളരെ മഹത്തായ ഒരു കർത്തവ്യം അയിരൂർ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഈ രണ്ട് ദൈവങ്ങൾ എന്ന് പറയുന്ന കൃതിയിലൂടെ നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ കഥകളും എടുത്തിട്ട് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പുസ്തകം അതിൻ്റെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് ഈ പുസ്തകത്തെക്കുറിച്ച് പ്രകാശനം നിർവഹിച്ചു കഴിഞ്ഞ് മിനിറ്റുകൾക്കകം ഈ പുസ്തകത്തെക്കുറിച്ച് വരുന്ന ആദ്യത്തെ വാക്കുകളാണത്. ആദ്യമായിട്ട് പറയുന്നൊരു വാക്കാണത്. ആ വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ആ വാക്കായിരിക്കും ഒരുപക്ഷെ ഈ പുസ്തകത്തെ കയ്യിലെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്, ആ പുസ്തകം വായിപ്പിക്കാൻ നിങ്ങളിലേക്ക് എത്തിപ്പിക്കുന്നത്. ആദ്യമായിട്ട് ആ പുസ്തകത്തെക്കുറിച്ച് ആരെന്തു പറയുന്നു എന്നുള്ളതാണ്. പിന്നെ വായനയുടെ ഒരു തലമുണ്ട്. വായന എന്ന് പറഞ്ഞാൽ എഴുത്തിനേക്കാളും വലിയ സർഗാത്മകതയാണ് കേട്ടോ. എഴുത്ത് എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും വിപുലവും വിശാലവുമായ ഒരു സർഗാത്മകതയുള്ള ഒരാളാണ് ഈ നിരന്തരം വായിക്കപ്പെടുന്ന ആളുകൾ എന്നുള്ളതാണ്. അതിവിപുലമായ വായന ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപാട് പല രീതിയിൽ വായിച്ചെടുക്കാൻ പറ്റും. അക്ഷരങ്ങൾ വായിക്കലല്ല, വരികൾക്കിടയിൽ വായിച്ചെടുക്കാനും ആ പുസ്തകത്തെ പല രീതിയിലും നമുക്കതിനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വിപുലമായ വായന സാധ്യമാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എവിടെ നിന്ന് നമ്മൾ ഏത് ആംഗിൾ ഓഫ് വ്യൂവിൽ നിന്നാണ് നമ്മൾ ആ ഒരു പുസ്തകത്തെ, ആ ഒരു കഥയെ, ആ ഒരു കഥാപാത്രത്തെയൊക്കെ സമീപിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം ഒരു മുൻവിധിയോടുകൂടി ഒരു പുസ്തകത്തെ നിങ്ങൾ കയ്യിലെടുക്കാതിരിക്കുക. തികച്ചും സ്വതന്ത്രമായ ബുദ്ധിയോടുകൂടി മാത്രം നിങ്ങളൊരു പുസ്തകം കയ്യിലെടുക്കുക. ഒരിക്കലും ഒരു പുസ്തകത്തെ നിങ്ങൾ ആദ്യമേ ഒരു മുൻവിധി അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആവരുത്. നിങ്ങൾ സ്വതന്ത്രമായ ഒരു ചിന്തയോടുകൂടി ഒരു പുസ്തകത്തെ കയ്യിലെടുത്തുകൊണ്ട് ആ പുസ്തകം തുറക്കുമ്പോൾ അത് വീണ്ടും 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 തുറക്കാൻ പറ്റുന്ന ഒരു ലോകമാണെന്നുള്ള ചിന്തയോടുകൂടി, അത് നമ്മൾക്കറിയാത്ത പലതും നമുക്ക് നൽകുന്ന ഒന്നാണെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ആ പുസ്തകം തുറക്കുക. അപ്പോൾ അത്തരത്തിൽ അയിരൂർ സുബ്രഹ്മണ്യൻ്റെ ഈ രണ്ട് ദൈവങ്ങൾ എന്ന കൃതി നിങ്ങൾക്ക് ധൈര്യമായിട്ട് തുറക്കാൻ പറ്റുന്ന ഒരു കൃതിയാണ് എന്നുള്ളത് ഞാൻ നിസ്സംശയം നിങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കൃതി ധാരാളം വായിക്കപ്പെടട്ടെ. അതുപോലെ തന്നെ ഇതിൻ്റെ 1, 2, 3 ഒക്കെ ആയിട്ട് ഈ നിരന്തരം പതിപ്പുകൾ വന്നുകൊണ്ടിരിക്കട്ടെ. കാരണം ഇതിൽ നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് പഠിക്കാനും ചേർത്ത് വെക്കാനും ഒരു കാലഘട്ടം അടയാളപ്പെടുത്തിക്കൊണ്ടൊരു ചരിത്രമായിട്ട് അത് മാറ്റിവെക്കാനും പറ്റിയ പാകത്തിലുള്ള കഥകളുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു കൃതി വാങ്ങിക്കുകയും വായിക്കുകയും
നിങ്ങളുടെ അഭിപ്രായം, അത് സ്വതന്ത്രമായ അഭിപ്രായം, അത് ഏത് രീതിയിലുള്ള അഭിപ്രായം കുഴപ്പമുള്ളതല്ല, അദ്ദേഹത്തെ പരമാവധി അറിയിക്കുക. കാരണം ഒരു എഴുത്തുകാരൻ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഒരു വായനക്കാരൻ നൽകുന്ന, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും നിങ്ങൾ നൽകുന്ന ആ ഒരു ചേർത്ത് നിർത്തൽ, നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ, അതിന് വളരെയധികം മൂല്യമുണ്ട് എന്നുള്ളതാണ്. നാളെ കാരണം ഓരോ എഴുത്തുകാരനും അവൻ ഈ സമൂഹത്തോട് ഇത്രയും വിപുലമായി സംവദിക്കുന്നത് എന്തിനാ? അരൂർ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ രണ്ട് ദൈവങ്ങൾ എന്ന് പറയുന്ന ഒരു കഥ എഴുതിയത് അദ്ദേഹത്തിന് ഇത് എഴുതിയേ പറ്റൂ എന്നുള്ള 100% നിർബന്ധമുള്ളത് കൊണ്ടാണ്. നിങ്ങളോട് പറയാനുണ്ട്, നിങ്ങളോട് സംസാരിക്കാനുണ്ട് ആ ഒരു കാര്യം. എന്ത്? ഈ രണ്ട് ദൈവങ്ങൾ എന്ന് പറയുന്ന കഥയിലൂടെ മരിക്കാൻ പോകുന്ന ആളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാൾ കൊണ്ടുവരുമ്പോൾ ഇരുവരും പരസ്പരം ദൈവങ്ങളായിട്ട് മാറുന്നു. ജീവൻ നൽകാൻ കഴിയുന്നവനാണല്ലോ ദൈവം. ആ ജീവൻ സംരക്ഷിക്കുന്നവനും ആ ദൈവികമായ പരിവേഷത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. ആ രണ്ടുപേരും ദൈവികമായ പരിവേഷത്തിലേക്ക് ഉയരുന്നു. നിങ്ങൾക്കും ചെയ്യാനുണ്ട് ഭൂമിയിൽ ഒരുപാട് എന്നുള്ളതാണ്. മനുഷ്യനാണ് ഭൂമിയിൽ ചെയ്യാനുള്ളത്. ആ ചെയ്യാനുള്ള പാത അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ആ പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ കഥയിലൂടെ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലൂടെ ഒരു രചനയിലൂടെ ഓരോ എഴുത്തുകാരനും നമ്മളോട് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുസ്തകം നമ്മളോട് വളരെ ദിഷണാപരമായ രീതിയിലാണ് സംവദിക്കുന്നത്. ആ സംവാദം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട്, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മൾക്ക് എന്തെങ്കിലും പറയാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ട് പുതിയ രചനകൾ അദ്ദേഹത്തിൽ നിന്ന് ഇത്തരത്തിൽ ഉണ്ടാകട്ടെ, ഇനിയും ധാരാളം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം അദ്ദേഹം വളരെ വലിയ ഭാഗ്യവാനാണ് കേട്ടോ. കാരണം സ്വന്തം പഠിച്ച സ്കൂളിൽ ഇങ്ങനൊരു പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൽ. അപ്പോൾ തീർച്ചയായിട്ടും 19 കഥകളുടെ ഒരു സമാഹാരം. ഓരോ കഥയും ഞാൻ എടുത്തിട്ട് പറയുന്നില്ല, ഞാൻ 2 കഥയാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ആദ്യത്തെ കെട്ടുപ്രായം കഴിഞ്ഞ ആൺകുട്ടികളും, പിന്നെ ഇതിൻ്റെ ടൈറ്റിൽ കഥയായ രണ്ട് ദൈവങ്ങൾ. പിന്നെ ഞാൻ സാന്ദർഭികവശാൽ നമ്മൾ ഈ കാലാവസ്ഥയൊക്കെ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് ആ ചൂടുമായി ബന്ധപ്പെട്ട് ഒരു ആൽമരവുമായി ബന്ധപ്പെട്ട് മരം എന്ന് പറയുന്നത് 10 പുത്രന് സമമാണെന്നുള്ളൊരാശയം നിങ്ങളിലേക്ക് പകർന്നുകൊണ്ടാണ് അരൂർ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ഈ കാലഘട്ടത്തെ നിങ്ങൾക്ക് മുന്നിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ കാലഘട്ടം അതിഭീകരമാണ് എന്നുള്ളതും ഒരു മരം അത് 10 പുത്രന് തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അരൂർ സുബ്രഹ്മണ്യൻ നമ്മളെ ആത്മാവിലേക്കൊരു തിരി തെളിയിക്കുന്നത്. ആ തിരി കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് ദൈവങ്ങൾ എന്ന കൃതിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.